ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് താമരശ്ശേരി ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നടത്തിയ സംയുക്ത പരിശോധനയുടെ റിപ്പോർട്ട് ഇന്ന് ജില്ലാ കളക്ടർക്ക് കൈമാറും. പ്ലാന്റിന് സമീപത്തെ പുഴയുടെ മറുകരയിലുള്ള ജനവാസ മേഖലയായ കരിമ്പാലക്കുന്ന് സംഘം സന്ദർശിച്ചു. ഫാക്ടറിയും പുഴയും തമ്മിലുള്ള അകലം നേരിട്ട് പരിശോധിച്ച സംഘം സമീപവാസികളുടെ പരാതികളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റന്നാൾ കേസ് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്ന ദിവസമാണ്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. അഭിജിത്ത്, അപ്പോൾ MLA PK ഫിറോസും ഈ ജനകീയ സമരസമിതിയും ഒപ്പം ഈ ഒരു സ്ഥാപനത്തിന്റെ ഉടമകളും തമ്മിൽ നടത്തിയ ചർച്ചയിൽ ഈ ജനവാസ മേഖലയിൽ നിന്ന് ഈ സ്ഥാപനം മാറ്റി സ്ഥാപിക്കുക, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. എങ്കിലും ഈ ഒരു റിപ്പോർട്ട് ഏറെ നിർണായകമാണ്. അപ്പോൾ ഈ സംഘം കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ, അവർക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അഭിജിത്ത്? തീർച്ചയായും ഷിഹാസ്, ഫ്രഷ് കട്ടിന് മുന്നിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി പരിസരവാസികൾ, പ്രദേശവാസികളൊക്കെ നടത്തുന്ന സമരം നമുക്കറിയാം. പിന്നാലെയായിരുന്നു ഈ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇത് അടച്ചുപൂട്ടാനുള്ള ഉത്തരവിടുന്നത്. പക്ഷേ ഹൈക്കോടതി ആ ഉത്തരവ് സ്റ്റേ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്നലെ ഈ ഉദ്യോഗസ്ഥ സംഘം ഫ്രഷ് കട്ടിലേക്ക് എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തിട്ടുള്ളത്. വിശദമായി തന്നെ വിവരങ്ങൾ ഈ ഉദ്യോഗസ്ഥ സംഘം ശേഖരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സമീപത്തെ തോട്ടിൽ നിന്നും പിന്നെ ഇരുതുള്ളി പുഴയിൽ നിന്നുമൊക്കെ ഈ വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിൽ ഫ്രഷ് കട്ടിൽ നിന്നുള്ള മാലിന്യം ഇതിൽ കലരുന്നുണ്ടോ, ഈ പരിസരവാസികളൊക്കെ ആരോപിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടോ എന്നുള്ളതാണ് പ്രാഥമികമായി പരിശോധിച്ചത്. മാത്രമല്ല, തൊട്ടടുത്തുള്ള ജനവാസ മേഖലയായ കരിമ്പാലക്കുന്നിലേക്കും ഉദ്യോഗസ്ഥ സംഘം എത്തി. അവിടെ നിന്ന് ആളുകളുടെ പ്രശ്നങ്ങൾ, പരാതികളൊക്കെ കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവർ നൽകിയ തെളിവുകളും ഈ ഉദ്യോഗസ്ഥ സംഘം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ജില്ലാ കളക്ടർക്ക് ഒരു റിപ്പോർട്ട് നൽകുകയും ചെയ്യുക. അതിൽ ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അത് ഉടൻ തന്നെ പുറത്തു വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൃത്യമായി തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഈ ഉദ്യോഗസ്ഥ സംഘത്തിന് മനസ്സിലാക്കാനായി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണ് എങ്കിൽ ഹൈക്കോടതി മറ്റന്നാളാണ് ഈ കേസ് വീണ്ടും പരിഗണിക്കുക. അപ്പോൾ ഈ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാകും അടുത്ത നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുക. അതേസമയം തന്നെ പ്രതിഷേധം അത് പ്രദേശവാസികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നമുക്കറിയാം, വലിയ സമരം, അതിനെ തുടർന്ന് വലിയ സംഘർഷമൊക്കെ കണ്ടതാണ് ഫ്രഷ് കട്ടുമായി ബന്ധപ്പെട്ട്. ഏതായാലും അതിനൊടുവിലാണ് ഇങ്ങനെ ഒരു തീരുമാനം അത് പുതിയ സർക്കാർ വന്നതിന് പിന്നാലെ ഉണ്ടായത്. പക്ഷേ ഹൈക്കോടതിയിൽ അതിനൊരു തിരിച്ചടി നേരിട്ടു. എന്നാൽ ഇനിയിപ്പോൾ എങ്ങനെയാണ് കോടതി ഇതിനൊരു തീർപ്പുണ്ടാവുക എന്നുള്ളതാണ്, കോടതിയുടെ തീരുമാനം എന്താകും എന്നുള്ളതാണ് ഇനി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. ശരി അഭിജിത്ത്.